എൻ്റെ പേര് മിനി. താഴൂര് സെൻറ് മേരീസ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും ആയിരം ആയിരം നന്ദി പറയുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുള്ളത് പോലെ മാതാവിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് വഴിമുട്ടുന്ന അവസ്ഥയിൽ മാതാവ് നമുക്ക് വഴി തുറന്നു കാണിക്കും. ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ മകനും മകൻ്റെ ജോലിക്കും വിവാഹ ആവശ്യത്തിനും മകളുടെ അസുഖത്തിന് വേണ്ടിയാണ്. മകൻ്റെ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നിയോഗം ഞാൻ മകൻ്റെ ജോലിക്കാരൻ മകൻ തന്നെ പറയും. എൻ്റെ പേര് മാഗ്ലിയോ. ഞാൻ താഴൂരിൽ നിന്ന് വരുന്നു. എൻ്റെ ജോലിയുടെ ആവശ്യത്തിനായിരുന്നു. ഞാൻ നാട്ടിൽ ജോലി ചെയ്യാറുന്നു 2 കൊല്ലമായിട്ട്. പിന്നെ എല്ലാവരും പോണ പോലെ പുറത്ത് പോകാൻ നോക്കിയായിരുന്നു. പക്ഷെ ഒന്നും റെഡി ആവേണ്ടായിരുന്നില്ല. അങ്ങനെ പുറത്ത് പോയി ദുബായി പോയായിരുന്നു. പക്ഷെ അവിടെ ചെന്നിട്ടും 3-4 മാസമായിട്ട് ജോലി റെഡി ആവേണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് വഴി കൃപാസനത്തെ പറ്റി കേട്ടു. അപ്പം ഞാൻ അവിടെ ആയതുകൊണ്ട് എനിക്ക് ഉടമ്പടി ഇടാൻ പറ്റിയില്ലായിരുന്നു. ഇവിടെ വന്ന് എടുക്കുന്നതായിരുന്നു. പക്ഷെ അത് പറ്റാത്തതുകൊണ്ട് ഞാൻ ലൈറ്റിൽ ക്യാൻഡിൽ പ്രയർ ഇട്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ജോലിക്ക് കയറാൻ പറ്റി. പിന്നെ ഞാൻ ആത്മീയമായിട്ട് കുറേ മാറിയായിരുന്നു. ആത്മീയമായിട്ട് മാറിയെന്ന് പറയുമ്പോൾ ഞാൻ 5:30 ക്യാൻഡിൽ ലൈറ്റിന് ശേഷം 5:30 എനിക്ക് പ്രത്യക്ഷീകരണ പ്രയർ എത്തിക്കാൻ തുടങ്ങി. പിന്നെ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകാൻ തുടങ്ങി. പിന്നെ ഒരു ദിവസം 3-4 കൊന്ത വരെ എത്തിക്കാൻ തുടങ്ങി ഞാൻ. പിന്നെ ആത്മീയമായിട്ട് കുറേ ഞാൻ മാറി. ഇപ്പം എൻ്റെ കൂടെ മാതാവുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് എൻ്റെ കൂടെ എനിക്ക് എപ്പോഴും. 2023 ജൂലൈ 11 ഞാൻ ഉടമ്പടി എടുത്തത്. മകൻ്റെ ജോലിയുടെ ആവശ്യമനുസരിച്ച് തന്നെ ഞാൻ വിവാഹ ഉടമ്പടിയിൽ നിയോഗം വെച്ചിരുന്നു. ഉടമ്പടിയുടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മകന് നല്ലൊരു വിവാഹാലോചന വന്ന് ഉറപ്പിക്കുകയും ഡിസംബറിൽ വിവാഹമാണ് അവൻ്റെ. പെൺകുട്ടി മാതാവിൻ്റെ വളരെ ഭക്തയും കൃപാസന മാതാവിൻ്റെ ഭക്തയുമാണ്. പിന്നെ അടുത്ത നിയോഗമായി ഞാൻ വെച്ചിരുന്നത് എൻ്റെ മകളുടെ മാസം തോറുമുള്ള വയറുവേദനയാണ്. അവൾക്ക് വയറുവേദന വരുമ്പോൾ തന്നെ വേദന എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. കണ്ടു നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഇപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലം അവളുടെ വയറിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ഉപ്പും തേനും കഴിക്കാൻ കൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ വയറുവേദനയിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഞാൻ ആത്മീയ കാര്യങ്ങളിൽ ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ ആത്മീയതയിലേക്ക് വളർന്നു. എല്ലാ ദിവസം പള്ളി പോകുകയും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാ മാസം ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് പത്രങ്ങൾ വാങ്ങിക്കൊണ്ടു പോവുകയും അത് വഴിയോരങ്ങളിലും ഡ്രൈവർമാർക്കും ആൾക്കൂട്ടത്തിലുമൊക്കെ വിതരണം ചെയ്ത് 1-2 ദിവസത്തിനുള്ളിൽ അത് അവസാനിപ്പിക്കും. കാരുണ്യപ്രവൃത്തി എന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് ഡിസേബിൾ ആയിട്ടുള്ള ഒരു അനാഥാലയമുണ്ട്. അവിടെ പോയി അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ ആഴ്ചയിലൊരിക്കൽ പൊതിച്ചോറ് കെട്ടി ഞങ്ങൾ വഴിക്കവലകളിൽ ഇരിക്കുന്ന വയസ്സായവർക്കും പാവപ്പെട്ടവർക്കും കൊണ്ട് കൊടുക്കാറുണ്ട്. ഇത്രയെല്ലാം കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്തു വരുന്നത്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരനും ഞങ്ങൾ 1000 നന്ദി പറയുന്നു. നാഹൂം പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 1:7 തിരുവചനം. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. മിനി ജോസ് എന്ന സഹോദരിയും മകനും ജീവിതത്തിൽ ലഭിച്ച സവിശേഷമായ നന്മകളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. വളരെ പ്രത്യേകമായിട്ട് മകൻ്റെ ജോലിയില്ലാതിരുന്ന അവസ്ഥകളും ജോലിയിലേക്ക് പോകുവാൻ അമ്മ മാതാവ് വഴി തുറന്നു കൊടുത്തതുമാണ് സാക്ഷ്യപ്പെടുത്തുക. ആരൊക്കെ പരിശുദ്ധമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്തുകൊണ്ട് ജീവിതത്തെ സമർപ്പിക്കുകയും അതിൻ്റെ പ്രതിസന്ധികളും ക്ലേശങ്ങളും മാറുന്നതിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവോ അവർക്ക് ഓരോരുത്തർക്കും അമ്മ മാതാവിൻ്റെ സവിശേഷമായ സംരക്ഷണവും സഹായവും ലഭിക്കുന്നത് നിരന്തരം നമുക്ക് കേൾക്കുവാനാകും. അതുകൊണ്ട് തന്നെ ഹൃദയം ഭാരപ്പെടുന്നവർ, ജീവിത നൈരാശ്യത്തിലേക്ക് കടന്നു പോകുന്നവർ, പ്രതിസന്ധിയിൽ നിരന്തരം ഉഴലുന്നവർ, അവരെ ഓരോരുത്തരെയും അമ്മ മാതാവ് തൻ്റെ മടിത്തട്ടിലേക്ക് ചേർത്ത് നിർത്തി
വിശുദ്ധീകരിച്ചുകൊണ്ട് ദിവ്യ അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് സുവിശേഷത്തിലും തിരുവചനത്തിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇന്നത്തെ സാക്ഷ്യങ്ങളാണ് ഈ അൾത്താരയിൽ പങ്കുവെക്കപ്പെടുന്ന ഓരോ ജീവിത അനുഭവങ്ങളും. നമുക്ക് അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.